സേഫ് ആൻഡ് സ്ട്രോങ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ പ്രവീൺ റാണയ്ക്കെതിരെ വീണ്ടും പരാതി വന്നിരിക്കുകയാണ്. ചാവക്കാട് സ്റ്റേഷനിലാണ് ഇപ്പോൾ പരാതി ഉയർന്നിരിക്കുന്നത്. വിശദാംശങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു. അനീഷ്, ആരൊക്കെയാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്? എന്തൊക്കെയാണ് പരാതിയിൽ പറയുന്നത്? ഭദ്ര, കഴിഞ്ഞ ദിവസമാണ് ചാവക്കാട് പോലീസ് സ്റ്റേഷനിൽ പാലയൂർ സ്വദേശികളായ 2 പേർ പരാതി നൽകിയത്. തങ്ങളുടെ 2 ലക്ഷവും 5 ലക്ഷവും രൂപ ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്ത് നിക്ഷേപം സ്വീകരിച്ച് മുതലുമില്ല പലിശയുമില്ല എന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഇവർ ചാവക്കാട് സ്റ്റേഷനിൽ പരാതി നൽകിയത്. ഈ പരാതി പ്രകാരം ചാവക്കാട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അന്വേഷണവും ഇതിൽ ആരംഭിച്ചിട്ടുണ്ട്. ചാവക്കാട് ഭാഗത്ത് പ്രവർത്തിക്കുന്ന ഈ സേഫ് ആൻഡ് സ്ട്രോങ്ങിന്റെ ബ്രാഞ്ചിലാണ് ഇവർ പണം നിക്ഷേപിച്ചത്. ഇവരിൽ പലരും ഈ മേഖലയിലുള്ള പലരും ഈ ചാവക്കാട് സേഫ് ആൻഡ് സ്ട്രോങ്ങിന്റെ ബ്രാഞ്ചിൽ പണം നിക്ഷേപിച്ചിട്ടുണ്ട്. പലരും മാനഹാനി ഭയന്നാണ് ഇപ്പോഴും പരാതി നൽകാത്തത്. അതുകൊണ്ടാണ് ഇത്രയും അധികം വാർത്ത ഈ സേഫ് ആൻഡ് സ്ട്രോങ്ങിനെതിരെ വന്നിട്ടും ഈ 2 പരാതികളിൽ ഒതുങ്ങിയതെന്നാണ് ഇപ്പോൾ പോലീസ് കണക്കാക്കുന്നത്. എന്തായാലും ഈ തട്ടിപ്പിൽ സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേർ ഈ സേഫ് ആൻഡ് സ്ട്രോങ്ങിൽ പണം നിക്ഷേപിച്ച് പണം നഷ്ടപ്പെട്ടവരായിട്ടുണ്ട്. ഈ 2 പേരുടെ പരാതി വന്നതോടെ ഇനി കൂടുതൽ പേർ ഈ ബ്രാഞ്ചിൽ പണം നിക്ഷേപിച്ചവർ ചാവക്കാട് സ്റ്റേഷനിൽ പരാതിയുമായി എത്തും എന്ന് തന്നെയാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ. ചാവക്കാട് തെക്കേ ബൈപ്പാസിനടുത്തുള്ള സിറ്റി സെന്റർ കെട്ടിടത്തിലാണ് സേഫ് ആൻഡ് സ്ട്രോങ് കമ്പനിയുടെ ചാവക്കാട് ശാഖ പ്രവർത്തിച്ചിരുന്നത്. ഭദ്ര.